മന്ദാന്തോളിത ഹേമകുണ്ടലമണി ശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം. ശ്രീ പാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരി. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ ശാരീരിക, മാനസിക, വാചികമായിട്ടുള്ള യജ്ഞം, ദാനം, തപസ്, വാചികമായ തപസ്, വാചികമായിട്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞെങ്കിൽ ഭഗവാനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദാനം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ആ വ്യക്തിക്ക് എന്തിൻ്റെ ആയിരുന്നു ആവശ്യം, അല്ലേ? ചിലപ്പോൾ ഒരു പുഞ്ചിരി മതിയാവും ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരാൻ. അങ്ങനെ ആ സമയത്ത് ആ വ്യക്തിക്ക് എന്തിൻ്റെയാണ് ആവശ്യം വെച്ചാൽ അത് ഏത് ജീവി ആയിക്കോട്ടെ, മനുഷ്യൻ വേണമെന്നില്ല. അപ്പം അതാണ് ദാനം. അതുമാതിരി തപസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാചികമായ തപസ് മൗനം, അല്ലേ? മാനസികമായിട്ട്, വാചികമായിട്ടും മനസ്സിലും ഒന്നും ചിന്തകളില്ലാത്ത അതൊരു തപസ്സാണെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് മനസ്സിലാക്കിയത്. ഇതെല്ലാം ഭഗവത് പ്രാപ്തിക്ക് ഇതെല്ലാം ആവശ്യമാണ് എന്നാണ് നമ്മളെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നത്. ഇനി മുന്നോട്ട് 17ാമത്തെ ശ്ലോകം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരേ അഫലാകാംക്ഷിഭിർയുക്തൈ സാത്വികം പരിചക്ഷതേ. അഫലാകാംക്ഷിഭി, ഫലാകാംക്ഷയില്ലാതെ, ഇതിന്ന് എനിക്ക് എന്ത് ലാഭം നേടാം എന്ന ചിന്ത ഇല്ലാതെ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും മനുഷ്യരെല്ലാവരും ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അതിനൊരു ലാഭം, ഒരു ഫലം എനിക്ക് കിട്ടണം, യജ്ഞങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോവാം, ഇതങ്ങനത്തെ പല മനക്കോട്ടകൾ കെട്ടിയിട്ടാണ് മനുഷ്യർ ഓരോ കർമ്മങ്ങളും ചെയ്യുക. പക്ഷെ അതല്ലാതെ യാതൊരു തരത്തിലുള്ള സ്വാർത്ഥ ബുദ്ധി ഇല്ലാണ്ട് യുക്തൈ, ഏകാഗ്രചിത്തരായിട്ട്. യുക്തം എന്ന് പറഞ്ഞാൽ ഏകാഗ്രചിത്തം എപ്പോഴാവുക? മനസ്സും ബുദ്ധിയും ഏകമായിട്ട് നിൽക്കുമ്പോൾ, ആ ചിത്തത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അല്ലേ? അപ്പം അങ്ങനെ ഏകാഗ്രചിത്തരായിട്ട് നരൈ പരയാ ശ്രദ്ധയാ, നരന്മാര്, മനുഷ്യര് പരയാ ശ്രദ്ധയാ, പരമമായിട്ടുള്ള ശ്രദ്ധ, ഏറ്റവും ഇതൊരു ശ്രദ്ധ ഉണ്ടാവില്ല, അത്രയും ഏകാഗ്രതയോടുകൂടി, അത്രയും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടു കൂടിയിട്ട് തത്രിവിധം തപ, തപ്തമായ തപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഷ്ഠിക്കുക, അല്ലേ? പല അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പലതും കുറച്ചു നേരം നമുക്ക് മിണ്ടാതെ ഒന്നും മൗനമായിട്ടിരിക്കുക, അതൊരു തപസ്സാവും, അല്ലേ? വാചികമായ തപസ്സാവും. അതിന് എത്ര ബുദ്ധിമുട്ടാണ് മനുഷ്യന്, എന്തെല്ലാം ചിന്തകൾ, എന്തെല്ലാം പറയാനുള്ള ഉത്സാഹം തോന്നുന്നുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ പതുക്കെ ശീലിച്ചാൽ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരു വിചാരനായിട്ടൊരു വ്യക്തിക്ക് ഇരിക്കാൻ സാധിക്കും. മനസ്സിൽ ഒരു ചിന്തകളും വരുന്നില്ല, അവനെ പറയാൻ തോന്നൂല്ല. അങ്ങനെ അനുഷ്ഠിക്കുന്ന 3 വിധമായ തപസ്, തത് ത്രിവിധം തപ. 3 വിധമായ തപസ്സിനെ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞു, അല്ലേ? മാനസികം, ശാരീരികം, വാചികം, ഇങ്ങനെയുള്ള തപസ്. സാത്വികം പരിചക്ഷത, അത്തരം തപസ്സിനെ സാത്വികം എന്ന് പറയപ്പെടുന്നു. സാത്വികമായിട്ടുള്ള ആ മനസ്സ് വളരെ ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശാന്തിയോടുകൂടി ഈശ്വരാർപ്പണമായിട്ട് ഫലേച്ഛയില്ലാതെ ചെയ്യണേനെ സാത്വികമായ തപസ് എന്ന് പറയപ്പെടുന്നു. ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെയും ഭഗവാന് വേണ്ടി മാത്രം, അഥവാ പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ അത്തരം തപസ്സിനെ സാത്വികം, തപസ് ദാനം അല്ലെങ്കിൽ യജ്ഞം ഏത് വേണമാവാം, അതിനെ സാത്വികം എന്ന് പറയാം. സത്കാരമാന പൂജാർത്ഥം തപോദംബേന ചൈവയത് ക്രിയാതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സത്കാരമാന പൂജാർത്ഥം, സത്കാരം, മറ്റുള്ളവരെ നമ്മളെ സത്കരിക്കണം, നമ്മളെ ആദരിക്കണം, അങ്ങനത്തെ വിചാരത്തോടു കൂടി, വളരെ മാനത്തോടു കൂടി, അഭിമാനത്തോടു കൂടി പൂജ, മറ്റുള്ളവരെന്നെ പൂജിക്കണം എന്നുള്ള, ആദരിക്കുക. ഇവിടെ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരിക്കുക. ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദമ്പേന, വളരെ ആഡംബരത്തോടു കൂടി, അതോടെ ഗർവോടുകൂടി, ദമ്പോടു കൂടിയിട്ട്
എന്ന് പറഞ്ഞാൽ ആഡംബരം, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ യത് തപ, യാതൊരു തപസ് അഥവാ യാതൊരു അനുഷ്ഠാനം ആണോ ക്രിയതയെ ചെയ്യപ്പെടുന്നു, ഏതൊരു അനുഷ്ഠാനം ചെയ്യപ്പെടുന്നുണ്ടോ, ഇഹ ചലം ആധ്രുവം, ഇഹ ഈ ലോകത്തില് ഇതെന്താണ്, ചലമാണ്, അനിത്യമാണ്, താൽക്കാലികമാണ്. മറ്റുള്ളവരെ ഇമ്പ്രസ്സായി ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്തു, മറ്റുള്ളവരെയൊക്കെ നല്ലതായിട്ട് ഇമ്പ്രസ് ചെയ്തു വെച്ചാൽ പിന്നെ അവരത് എന്നെന്നും ആദരിക്കണം എന്നൊന്നുമില്ല. ചില ഈ ഗുരു വലിയ ഗുരുവായിട്ടുള്ളവർ, ഗുരു യഥാർത്ഥ ഗുരുവിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ചിലർ താൽക്കാലികമായിട്ടൊരു ഗുരുവായിട്ട് പ്രകടമാകും അല്ലേ. അപ്പോൾ അവരുടെ ആശ്രിതരെ അല്ലെങ്കിൽ അവരുടെ ശിഷ്യരായിട്ടുള്ളവരെ ഒക്കെ വളരെയധികം അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യും. അപ്പോൾ അവരൊക്കെ അവരെ പൂജിക്കാം, അവരെ ഒരു വ്യക്തിയെ പൂജിക്കരുതെന്ന് തന്നെ പറയും. ഗുരു വ്യക്തിയല്ല, ഗുരു ശക്തിയാണ് അല്ലേ. യഥാർത്ഥത്തിലൊരു സദ്ഗുരു ഒരു ശക്തിയാണ്. ആ കാര്യമല്ല ഇവിടെ പറയണം. ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും പൂജയ്ക്ക് അർഹനല്ല എന്ന് ഗുരുവിനെയും ഈശ്വരനെയും മാത്രമേ പൂജിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ആ പൂജ അവർ സ്വീകരിച്ചു കഴിഞ്ഞു, അവരുടെ ആശ്രിതരില്ലെന്ന്, അല്ലെങ്കിൽ അവരുടെ ആരാധകർ എന്ന് പറയുമായിരിക്കും കൂടുതൽ, ശിഷ്യരല്ല ആരാധകർ. ചിലരെ ആരാധിക്കും ചിലർ അല്ലേ. അപ്പം അവരെ അങ്ങോട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ആദരവ് കിട്ടിയോടുകൂടെ പിന്നെ ആ ഗുണങ്ങൾ, ആ ചെയ്തതിൻ്റെ ഗുണം പോയി, അതോടുകൂടെ അവസാനിച്ചു ആ ഫലം. അപ്പം അത് അധ്രുവമാണ്, താൽക്കാലികമാണ്, ധ്രുവമല്ല. പറഞ്ഞാൽ എന്നും നിൽക്കുന്നതല്ല, അത് താൽക്കാലികമായിട്ടുള്ളതാണ്. തത് തപ രാജസംപ്രോക്തം, അത്തരത്തിലുള്ള തപസ് എന്താണ്, രാജസം ആണെന്ന് പറയപ്പെടുന്നു. അപ്പം മറ്റുള്ളവരിൽ നിന്ന് ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്. അത് ക്ഷണികവും അനിശ്ചിതവുമാണ്. അതിന് ഫലമൊന്നും നിശ്ചയമൊന്നുമില്ല. താൽക്കാലികമായിട്ടുള്ള ചിലപ്പോൾ ചില ഫലങ്ങൾ കിട്ടിയെന്ന് വരും, പക്ഷേ പിന്നീട് അത് ഉപയോഗശൂന്യമാണ്. ആ തപസ് ചെയ്ത് വെറുതെ പ്രയാസപ്പെട്ടത് മാത്രം ബാക്കിയാവും. അനിശ്ചിതവുമാണ്, അതിനൊരു നിശ്ചയമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഫലം വല്ലതും നമുക്ക് കിട്ടുമോ എന്നുള്ളതിന്. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢഗ്രാഹേണ, മൂഢരെ മാതിരി. മൂഢരെ എപ്പോഴാവുക, അജ്ഞാനം അല്ലെങ്കിൽ ഷാഢ്യം, വാശി പിടിച്ചിട്ട് ഇന്നത് എനിക്ക് തന്നേ പറ്റൂ എന്നാ ദേവനെ നിർബന്ധിച്ചിട്ട് വാശി പിടിച്ചിട്ട് ചെയ്യണ അത്തരത്തിലുള്ള അത് തപസ്സായിരിക്കും. അധികം അങ്ങനെ തപസ്സല്ലേ ചെയ്യാം മനുഷ്യരെ. ഈ അസുരന്മാരൊക്കെ അങ്ങനത്തെ തപസ്സാണല്ലോ ചെയ്യാം. ആത്മന പീഡയ, ആത്മന എന്ന് പറഞ്ഞാൽ സ്വയത്തിനെ പീഡിപ്പിച്ചിട്ട് ചെയ്യണ പരസ്യ, അന്യനെ പീഡിപ്പിക്കണം. ചിലർ അന്യനെ പീഡിപ്പിക്കുക എങ്ങനെയാണ്, ബലിയൊക്കെ കൊടുക്കണു അല്ലെ മൃഗങ്ങളെ. അതിൻ്റെ ഉള്ളിലും നമ്മുടെ മാതിരിയുള്ള ജീവൻ തന്നെയായിരിക്കുന്നത്. അവർക്കും പേടിയുണ്ട്, അവർക്കും വേദന ഉണ്ട്, അവർക്കും ആ എല്ലാ ഫീലിങ്സും നമ്മളെക്കാൾ ഒരു പക്ഷേ കൂടുതൽ കാണായിരിക്കും. കാരണം അവർക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് അതിനെ മറ്റുള്ളവർക്ക് അതിനെ ഷെയർ ചെയ്യാൻ കഴിവില്ല. അപ്പോൾ അവരുടെ ഉള്ളിലത്തെ ഫീലിങ്സ് കുറച്ചും കൂടി മനുഷ്യരെക്കാളും ചിലപ്പോൾ കൂടുതൽ കാണുമായിരിക്കും. സ്വയത്തിനോ അന്യനോ ആ പീഡ കൊടുത്തിട്ട് പിന്നെ അല്ലെങ്കിലോ ഉത്സാദനാർത്ഥം ഉത്സാദനാർത്ഥം എന്ന് പറഞ്ഞാൽ അന്യന് അനിഷ്ടം, അന്യനൊരു കഷ്ടപ്പാട് വരാൻ, അന്യന് രോഗം വരണം, നഷ്ടങ്ങൾ വരണം, കഷ്ടങ്ങൾ വരണം അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈ ദുഷിച്ച ദേവതകളെയൊക്കെ ആവാഹിച്ചിട്ട് അന്യന് പല പല കഷ്ടപ്പാടുകൾ വരാൻ വേണ്ടി ദുഷിച്ച ദേവതകളെ ആവാഹിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടത്രേ. അതൊക്കെ പിന്നെ കുറേ കഴിയുമ്പോൾ സ്വയത്തിന് തന്നെ അതിൻ്റെ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അപ്പം അങ്ങനെ അന്യന് അനിഷ്ടം സംഭവിക്കാൻ വേണ്ടിയോ ഏതൊരു തപസ് ക്രിയതയെ ചെയ്യപ്പെടുന്നുവോ തത് താമസം ഉദാഹൃതം, അത്തരത്തിലുള്ള തപസ് എന്താണ്, അത് താമസമായിട്ടുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഇങ്ങനത്തെ താമസമായിട്ടുള്ള സ്വയത്തിനെയും അന്യനെ പീഡിപ്പിക്കുന്നത് ബലിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണു. പക്ഷേ സ്വയത്തിനെ രാവണൻ, ഭസ്മാസുരൻ, ഋഷികളെയൊക്കെ ഉപദ്രവിച്ചിരുന്നവരല്ലേ അവർ. അതും ഋഷികളെയൊക്കെ പോയിട്ട് ഉപദ്രവിക്കുക. പിന്നെ അതുമാതിരി ഭസ്മാസുരൻ സ്വയം ശരീരത്തിലത്തെ മാംസമൊക്കെ അറുത്തിട്ട് ഹോമിക്കുക. രാവണൻ സ്വന്തം തലേനെ വെട്ടിയിട്ട് പിന്നെ ആ ഹിരണ്യകശിപു
ഹിരണ്യകശിപു എന്താ ചെയ്തിരുന്നത്? അവിടെ സൂര്യനെ നോക്കിയിട്ട് കാലിൻ്റെ പെരുവിരലുമ്പിൽ ഒരു വിരലുമ്പിലൊക്കെ നിന്ന് ആകാശത്തിലേക്ക് കൈ കൂപ്പിയിട്ട് നോക്കി നിൽക്കുക. അത്രയും ശരീരത്തിനെ പീഡിപ്പിച്ചിട്ടും അങ്ങനെ സ്വയം പീഡ അനുഭവിച്ചിട്ട് ചെയ്യുന്നത് താമസമായിട്ടുള്ള തപസ്സാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഷാഢ്യത്തോടെ അഥവാ അജ്ഞാനം മൂലം മൂഢന്മാരെ മാതിരി സ്വയം പീഡ അനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ, അന്യന് കഷ്ടപ്പാട് വരണം, അവർക്ക് അവരുടെ സമ്പത്ത് നശിക്കണം, സന്താനം നശിക്കണം, അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ നശിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിൽ ദുഷിച്ച ഉദ്ദേശങ്ങളോട് കൂടിയിട്ട് ആ ചെയ്യണ തപസ് തമോ ഗുണപ്രധാനമാണ്. തമോ ഗുണപ്രധാനമല്ല, തമോ ഗുണം തന്നെയാണത്. ദാതവ്യം ഇതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യം ഇതി, ദാനം ചെയ്യേണ്ടത് കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, എല്ലാ വ്യക്തിയുടെയും ഒരു കർത്തവ്യമാണ് ദാനം കൊടുക്കൽ, അല്ലേ? നമ്മുടെ ഉള്ളതിന് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ഒരാളുടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി കുറച്ച് കുറച്ച് ദാനം ചെയ്തിട്ടുണ്ട്. അത് ജ്ഞാനമായിരിക്കാം, സമ്പത്തായിരിക്കാം, പല സന്താനങ്ങളെ തന്നെ ദാനം ചെയ്യണം. ആർക്ക്? സന്യാസിമാർക്ക് അവരെ സമുദായത്തിൽ സന്യാസിമാരുടെ ആവശ്യമുണ്ട്. അവർക്ക് ആ സമുദായത്തിന് നന്മ വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവനവൻ്റെ കയ്യിലുള്ളതിനെ അന്യന് കൂടി അല്പം അല്പം ദാനം ചെയ്യേണ്ടത് ഒരു കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അനുപകാരിണി പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാണ്ട്, എനിക്കും ആവശ്യം വരുമ്പോൾ ഇവരെന്നെ സഹായിക്കും എന്നുള്ള ഒരു പ്രതിഫല ഇച്ഛയോ, അല്ലെങ്കിൽ അവരെന്നെ എന്നും സ്മരിക്കും, എന്നെ ആ ഉപകാര സ്മരണ ഉണ്ടാവുന്നും കൂടി വിചാരിക്കാണ്ട് ദേശേ കാലേ ച പാത്രേ ച, ശരിയായ ദേശം എന്ന് പറഞ്ഞാൽ ചില ദേശങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ക്ഷേത്രങ്ങൾ, അപ്പോൾ ഇതൊരു സപ്താഹം നടക്കുകയാണ്, അവിടെ നമ്മൾ ദാനം കൊടുക്കുന്നത് വളരെ പാത്രതയോട് കൂടിയതാണ്. അല്ലെങ്കിൽ തീർത്ഥസ്ഥാനങ്ങളിലുണ്ട് അങ്ങനെ പ്രത്യേക നല്ല ആ പാത്രതയുള്ള സ്ഥലങ്ങൾ, അവിടെ കൊടുക്കണതിൻ്റെ ഗുണം കൂടും. ദാനം എവിടെയും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പാത്രത നോക്കി കൊടുക്കണം. ഒരാൾക്ക് വിശക്കാണ്, അപ്പോൾ പാത്രത നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ഒരാൾക്ക് രോഗമാണ്, ഔഷധം കൊടുക്കാൻ ഒരു പാത്രത നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ വസ്ത്രം ഇല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്, ആ വസ്ത്രം കൊടുക്കാൻ. ഇങ്ങനത്തെ ഈ 3 വസ്തുവിന് പാത്രതയുടെ ആവശ്യമില്ല, ദേശത്തിൻ്റെ കാലത്തിൻ്റെ ആവശ്യകത ഇല്ല. ഒരു വിശക്കണ വ്യക്തി എവിടെ ആയിക്കോട്ടെ, അതൊരു മദ്യപാനി തന്നെ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവർക്ക് ഭക്ഷണം കൊടുക്കണമുണ്ടോ, ഔഷധം കൊടുക്കണമുണ്ടോ, വസ്ത്രം കൊടുക്കണമുണ്ടോ, ദോഷമില്ല. പക്ഷേ സമ്പത്തായിട്ട് ദേശകാല പാത്രതയ്ക്ക് അനുസരിച്ചിട്ട് ആ യോഗ്യത നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നാണ് പറയണത്. യഥദാനം ദീയതേ, ഏത് ദാനം ചെയ്യപ്പെടുന്നുവോ യോഗ്യനായ വ്യക്തികൾക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുവിന്, സന്യാസിമാർക്ക്, അതുമാതിരിയുള്ള മഹത്തായിട്ടുള്ള വ്യക്തികൾക്ക്, ബ്രാഹ്മണന് ഒക്കെ ദാനം ചെയ്യുന്നത് അത് പാത്രത ഉള്ളവരാണ്. തദ്ദാനം, ആ അത്തരത്തിലുള്ള ദാനം സാത്വികം സ്മൃതം, അത് സാത്വികമായ ദാനം ആണ് എന്ന് പറയപ്പെടുന്നു. കർത്തവ്യം എന്ന ബോധത്തോടെ ഇതെൻ്റെ കർത്തവ്യമാണ്, എനിക്ക് ഈശ്വരൻ തന്നതിനെ ഞാൻ മറ്റുള്ളവരും കൂടിയായിട്ട് അല്പം അതിനെ ഞാൻ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവരായിട്ട് അതിനെ പങ്കുവയ്ക്കും എന്ന ബോധത്തോടെ പ്രതിഫല ഇച്ഛ, അവരെന്നോട് എനിക്ക് ആവശ്യം വരുമ്പോൾ അവർ തിരിച്ചു തരണം എന്നുള്ള ആ വിചാരമൊന്നും ഇല്ലാണ്ട് ഉചിതമായ സ്ഥലം എന്ന് പറഞ്ഞാൽ തീർത്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ ആ മണ്ഡപങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലേ? സപ്താഹങ്ങളിലൊക്കെ മണ്ഡപങ്ങൾ ഉണ്ടാവും, അവിടെയൊക്കെ കൊടുക്കണം. ആ ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ആ ദാനം ഉചിതമായിട്ടുള്ള ദാനം ആണ്, അത് സാത്വികമായിട്ടുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. കിന്തു, പക്ഷേ പ്രത്യുപകാരാർത്ഥം, തിരിച്ച് എനിക്കൊരു ഉപകാരം തരണം, എനിക്കൊരാവശ്യം വരുമ്പോൾ ഇവർ ഉപകരിക്കണം എന്നുള്ള ആ വിചാരത്തോടു കൂടി, പ്രത്യുപകാരം ലഭിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി പുനഃ ഫലമുദ്ദിശ്യവ, വീണ്ടും
ഇതിൻ്റെ ഫലം, എനിക്കിതിൻ്റെ ഫലം കിട്ടണം. പുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സമാസമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടണം, ഒരു യജ്ഞം നടത്തി അല്ലെങ്കിൽ ഒരു ദാനം കൊടുത്തു എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ള ആ വിചാരം അതിലുള്ള അത്, അല്ലെങ്കിൽ അവരെന്നെ പുകഴ്ത്തണം എന്നുള്ള വിചാരം, ഏറ്റവും ചെറിയൊരു വിചാരം അല്ലേ. അപ്പം അങ്ങനത്തെ ഫലം ലഭിക്കണം, പുണ്യം ലഭിക്കണം എന്നെല്ലാം ഉദ്ദേശിച്ചിട്ടോ പരിക്ലിഷ്ടം പരിക്ലിഷ്ടം എന്നാൽ മടി, അയ്യോ ഇപ്പോൾ കൊടുത്തല്ലേ പറ്റൂ, അയ്യോ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക, നാട്ടുകാർ അവരൊക്കെ കൊടുക്കണു, ഇവർ ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ള ആ ക്ലിഷ്ടമായിട്ട് എന്നാൽ മനസ്സിൽ ക്ലേശത്തോടു കൂടെ, മനസ്സിലിഷ്ടമല്ല കൊടുക്കണത്, പക്ഷേ കൊടുക്കാൻ നിർബന്ധിതരാവണ മാതിരി മടിയോട് കൂടിയിട്ട് യദ് ദീയതേ, ഏതൊരു ദാനം ചെയ്യപ്പെടുന്നുവോ തദ്ദാനം രാജസസ്മൃതം, ആ ദാനം രാജസമാണ് എന്ന് പറയപ്പെടുന്നു. എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ചോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണസമ്മതം അല്ലെങ്കിൽ മടിയോട് കൂടിയിട്ടോ, പൂർണ്ണസമ്മതം ഇല്ലാണ്ട് വളരെയധികം ക്ലേശത്തോടു കൂടെ നൽകപ്പെടുന്ന ദാനം രാജസമാണ്. ഇപ്പം സ്വർഗത്തിലേക്ക് പോവാം എന്ന് പ്രതീക്ഷിച്ചോ, ചിലപ്പോൾ മനസ്സില്ല മനസ്സോടെ അന്യര് കൊടുക്കണു അപ്പം എനിക്കും കൊടുത്തല്ലേ പറ്റൂ എന്നുള്ള വിചാരത്തിലാണ് ചിലരൊക്കെ ദാനം ചെയ്യാറുണ്ട്. എൻ്റെ ഇത്രയും പൈസയൊക്കെ വെറുതെ പോയില്ലോ എന്ന് വിചാരിച്ച് പിന്നെ അവർ പശ്ചാത്തപിക്കും. ആ തരത്തിലുള്ള അല്ലെങ്കിൽ ചിലർക്ക് ഗിഫ്റ്റായിട്ട് പലതും കൊടുക്കും അല്ലേ, ഗിഫ്റ്റായിട്ട്. അപ്പം അങ്ങനത്തതൊക്കെ ആ ദാനങ്ങളൊക്കെ രാജസ സ്വഭാവമാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു ഫലേച്ഛ കാണും അല്ലേ, അവരെന്നെ പുകഴ്ത്തണം, അവരെന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പം ഈ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ലാഭം അല്ലെങ്കിൽ സ്വർഗത്തിന് ലാഭം അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് രാജസമാണ്. അദേശകാലേ ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസം ഉദാഹൃതം. അദേശകാലേ അപാത്രേഭ്യശ്ച, അദേശകാലം യോഗ്യമല്ലാത്ത ദേശങ്ങളിൽ, മരുഭൂമിയിൽ വെച്ചിട്ട് എന്ത് സത്കർമ്മം ചെയ്തിട്ടും ദാനം ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്നാണ് പറയാം. മരുഭൂമിമാരുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ വേറെ സ്ഥലങ്ങൾ കാണുമായിരിക്കും. അപ്പം അയോഗ്യമായ ദേശത്തിലും കാലത്തിലും, കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങൾ നല്ലതാവില്ലായിരിക്കും, ചില സമയങ്ങൾ നല്ലതാണ് അല്ലേ. നമുക്കറിയാം ഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഗ്രഹണം കഴിഞ്ഞിട്ട് വ്രതങ്ങളുടെ ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ വൈശാഖത്തിൽ അമാതിരി നല്ല മാസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ അപ്പോഴൊക്കെ കൊടുക്കണ ദാനങ്ങളൊക്കെ വളരെ അങ്ങനെ സംക്രാന്തികളിൽ, അപ്പോൾ ആ സമയത്തൊക്കെ കൊടുക്കണ ആ ദാനത്തിന് വളരെ മഹത്വമുണ്ട്. അതിൻ്റെ നമ്മൾ അക്ഷയ തൃതീയയ്ക്ക് ദാനം കൊടുത്താൽ അതിൻ്റെ ഫലം അക്ഷയമാണ് എന്നാണ് പറയുക അല്ലേ. ആ അക്ഷയ തൃതീയ സമയത്ത് നമ്മളൊരു ദാനം വേണമെന്നില്ല, നമ്മളൊരു നാമം ജപിച്ചാൽ തന്നെ അതിൻ്റെ ഫലം അക്ഷയമാണ്. അത്രയും നല്ല ദിവസമാണത്. അങ്ങനെ പ്രത്യേകം നല്ല നല്ല ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ആ അയോഗ്യമായ സ്ഥലത്ത് കാലത്തിൽ, പിന്നെ അപാത്രത ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കണം അല്ലേ, അവർ അപാത്രതയുള്ളവരാണ്. അവർക്ക് നമ്മൾ ദാനമല്ല കൊടുക്കുന്നത്, അവർക്ക് നമ്മൾ ഭിക്ഷയാണ് കൊടുക്കുന്നത് അല്ലേ, ദയ വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കണം. പാത്രമായിട്ടുള്ളവർക്കും അർഹിക്കാത്തവർക്കും അസത്കൃതം, ആ ദാനം വാങ്ങുന്ന ആളെ ഒട്ടും തന്നെ മാനിക്കാതെ, അവരെ ഒട്ടും തന്നെ ആദരിക്കാതെ. ഇപ്പം നമ്മുടെ നിന്ന് ഒരാളൊരു ദാനം മേടിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ആദരിക്കണം. അല്ലെങ്കിൽ അവർ മേടിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്താ കാട്ടം കണ്ടു, നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, അവർ മേടിക്കാൻ റെഡി അല്ലെങ്കിൽ എന്താ ചെയ്യുക, മേടിക്കില്ല എന്ത് പറയാൻ ചെയ്യാൻ പറ്റും. അപ്പം ആ ദാനം വാങ്ങണ ആളെ അപമാനിച്ചും കൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചും കൊണ്ട്, അവരെ ഒട്ടും തന്നെ ആദരിക്കാതെ, അവജ്ഞയോട് കൂടിയിട്ട് ഇതെങ്ങനെ കൊടുക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള അവജ്ഞയോട് കൂടിയിട്ട് ഏത് ദാനം തീയതേ, ഏതൊരു ദാനം കൊടുക്കപ്പെടുന്നുവോ ചെയ്യപ്പെടുന്നുവോ തത് താമസം ഉദാഹൃതം, ആ ദാനത്തിനെ താമസികമായിട്ടുള്ള ദാനം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായിട്ടുള്ളവർക്കും, അവർ ആ ദാനം മേടിക്കാൻ അർഹരല്ല, പക്ഷെ എന്നാലും അവർ നൽകപ്പെടുന്ന ദാനം ആദരവ് കൂടാതെ, ആ മേടിക്കുന്ന വ്യക്തിയെ ബഹുമാനിക്കാതെ, ഇങ്ങനെ വലിച്ചെറിഞ്ഞൊക്കെ കൊടുക്കുക അല്ലേ, ചിലർക്കൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞ് കൊടുക്കും.
അവജ്ഞയോടെ നൽകപ്പെടുന്ന ദാനങ്ങൾ താമസമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓം തത്സത് ഇതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാച്ച യജ്ഞാച വിഹിതാ പുരാ. ഓം തസ് സത് ഇതി. ഓം തസ്സത് എന്നത് ഇതെന്താണ്? ബ്രഹ്മണ പരമപുരുഷൻ എന്ന് 3 വിധത്തിൽ, ത്രിവിധ നിർദ്ദേശം, 3 വിധമായിട്ടുള്ള നിർദ്ദേശം. നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഈ വേദത്തിലത്തെ വാക്യങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 3 വേദങ്ങളുണ്ട് അല്ലേ? ആ 3 വേദത്തിൻ്റെ ഓരോ സൂത്രങ്ങളാണത്. സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലും ചെറുതാക്കാൻ ആ തത്വത്തിന് പറ്റില്ല. അതിനാണ് സൂത്രം എന്ന് പറയും. വേദത്തിൻ്റെ പൂർണ്ണമായ വേദത്തിൻ്റെ അതിനെ ഇതിലും ചെറുതാക്കിയിട്ട് പറയാൻ പറ്റില്ല, അത്രയും ചെറുതാണ്. അപ്പം അങ്ങനത്തെ ആ 3 വേദങ്ങളുടെയും അതിൻ്റേതായിട്ടുള്ള ഓരോ സൂത്രങ്ങളാണ് ഓം തസ്സത്ത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് പ്രണവമില്ലാണ്ട് ഒന്നും നമ്മൾ ജപിച്ചിട്ട് കാര്യമില്ല, അത് ലാഭം കിട്ടില്ല എന്നാ പറയാം. അപ്പം അങ്ങനത്തെ ആ സൂത്രങ്ങൾ അല്ലേ, സൂത്രങ്ങൾ ആ 3 വിധത്തിലുള്ള ആ നിർദ്ദേശം, ആജ്ഞകൾ, വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആജ്ഞകൾ സ്മൃത അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ പറയപ്പെടുന്നു, അങ്ങനെ അതിനെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. തേന പുര, അതിനാൽ പുര പണ്ട് മുതൽ തന്നെ ബ്രഹ്മണ വേദാച്ച ബ്രാഹ്മണര് ബ്രഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരും വേദങ്ങളും യജ്ഞാച്ച വിഹിത യജ്ഞങ്ങളും നിർദ്ദേശിക്കപ്പെട്ടു. ബ്രഹ്മാവ് ഇതെല്ലാം വേദങ്ങളിൽ സാധാരണ ബ്രാഹ്മണർക്ക് ഇതെല്ലാം ഈ അറിവുകളെ പ്രദാനം ചെയ്തു, നിർദ്ദേശിച്ചു കൊടുത്തു. എപ്രകാരത്തിൽ ഈ 3 തരം യാഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ യജ്ഞങ്ങളായിക്കോട്ടെ, ദാനങ്ങളായിക്കോട്ടെ, തപസ്സായിക്കോട്ടെ, എപ്രകാരം ചെയ്യണം എന്നുള്ളത് ബ്രഹ്മാവ് ബ്രാഹ്മണർക്ക് നിർദ്ദേശിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കേ പരമമായിട്ടുള്ള നിരപേക്ഷ തത്വം എന്ന് പറഞ്ഞാൽ ഭഗവത് തത്വം, ബ്രഹ്മതത്വം അല്ലേ. നിരപേക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന് ഒരു കോൺട്രവേഴ്സി ഇല്ലാത്തത്, നിർവിവാദമായിട്ടുള്ളത്. ആ തത്വം എന്താണ്? അവിടെ ഭഗവാൻ തന്നെയുള്ളൂ അല്ലേ. അപ്പം ആ നിരപേക്ഷ തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ 3 വാക്കുകളാണ് എന്ത്? ഓം തത് സത് എന്നുള്ളത്. അപ്പൊ പ്രതീകാത്മകമായിട്ടുള്ള ഈ വാക്കുകൾ വേദ ഉച്ചാരണത്തിനും യജ്ഞ അനുഷ്ഠാനങ്ങളിലും ബ്രാഹ്മണർ പരമപുരുഷന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉരുവിട്ടു പോന്നു. അത് ഉരുവിട്ടാലാണ് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തൃപ്തനാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. തസ്മാത് ഓമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയ പ്രവർത്തന്തേ വിധാനോക്ത സതതം ബ്രഹ്മവാദിനാം. തസ്മാത് അതുകൊണ്ട് ഓം ഇതി ഉദാഹൃത്യ, ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ബ്രഹ്മവാദിന വിധാനോക്ത. ബ്രഹ്മവാദിന എന്ന് പറഞ്ഞാൽ അഭൗതികരായിട്ടുള്ളവരുടെ എന്ന് പറഞ്ഞാൽ ദിവ്യരായിട്ടുള്ളവരുടെ, ഋഷിമുനിമാരുടെ വിധാനോക്ത വിധി പ്രകാരമുള്ള, അഥവാ വേദത്തിൽ പറഞ്ഞിട്ടുള്ള മാതിരിയുള്ള വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദത്തിൽ നമുക്ക് വിധിച്ചിട്ടുള്ള മാതിരിയുള്ള യജ്ഞദാന തപക്രിയ, യജ്ഞം ദാനം തപസ് എന്നീ കർമ്മങ്ങൾ അത് എപ്രകാരം ചെയ്യണം? വേദത്തിൽ പറഞ്ഞിട്ടുള്ള അതിനനുസരിച്ച് തന്നെ ചെയ്യണം. സതതം പ്രവർത്തതേ, എല്ലായ്പ്പോഴും അനുഷ്ഠിക്കപ്പെടുന്നു. ആര്? ഈ അഭൗതികരായവര്, ഋഷികളും മുനികളും ദിവ്യരായിട്ടുള്ളവര് ആ വേദത്തിൽ എങ്ങനെയാണോ വിധിച്ചിട്ടുള്ളത് അപ്രകാരം തന്നെ ചെയ്താലാണ് അതിൻ്റെ ഫലം കിട്ടൂ എന്നവർക്കറിയാം. അത് കാരണം അവർ അപ്രകാരം ചെയ്യണു. അല്ലെങ്കിൽ വൈദിക ബ്രാഹ്മണര് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് വൈദിക നിയന്ത്രണം അനുസരിച്ചിട്ട് യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന അതീന്ദ്രിയവാദികൾ പരമപുരുഷനെ പ്രാപിക്കുന്നതിനായിട്ട് എപ്പോഴും ഓം എന്ന വാക്കോടുകൂടിയാണ് എല്ലാം ആരംഭിക്കേണ്ടത് എന്നാണ് പറയുന്നത്. തതത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയ ദാനക്രിയാശ വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭി. തത്
ഉച്ചാര്യ തത് എന്ന് തത് എന്ന് ഉച്ചരിച്ചിട്ട് ഫലം അനഭിസന്ധായ ഫലത്തിനെ കാക്ഷിക്കാണ്ട് മോക്ഷകാംക്ഷിഭി മോക്ഷ മോക്ഷം ഇച്ഛിക്കുന്നവരായിട്ടുള്ളവരാൽ വിവിധ യജ്ഞതപക്രിയ വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള യജ്ഞങ്ങള് തപസ്സുകള് ആദിയായിട്ടുള്ള ക്രിയകള് ദാനക്രിയ ദാനക്രിയ എന്ന് പറഞ്ഞാൽ ആ കർമ്മം ദാനം ചെയ്യുന്ന ആ കർമ്മത്തിനെ ക്രിയതേ അവർ ചെയ്യപ്പെടുന്നു അവർ ചെയ്യുന്നു ഫല ഉദ്ദേശം കൂടാതെ തത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുമുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ വേദത്തിനെ നന്നായിട്ട് അറിയണ വേദിക ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വേദത്തിനെ പറ്റിയിട്ടും ഈ തരം ക്രിയകളെ പറ്റിയിട്ടും നന്നായി അറിയുന്നവർക്കാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആധികാരികമായിട്ടൊക്കെ പറയാൻ സാധിക്കുള്ളൂ. സാധാരണക്കാരായ നമുക്കിതിനെ പറ്റിയിട്ട് വലിയ അറിവ് കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സും ഒക്കെ പല ഉദ്ദേശം കൂടാതെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം നമുക്ക് അത്രയും ചുരുക്കമായിട്ട് മനസ്സിലാക്കാം. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശമാവേണ്ടത്. നമ്മുടെ സ്വർഗപ്രാപ്തിയല്ല ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് പറഞ്ഞാൽ വീണ്ടും ഈ സംസാരത്തിൽ വന്ന് വീഴാതെ ഇനി വീണ്ടും ഒരു മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിക്കാനുള്ള ഇട വരുത്താണ്ട് ആ ഭഗവത് പ്രാപ്തിയെ അല്ലെങ്കിൽ ഭഗവത് പദങ്ങളെ നമുക്ക് പ്രാപ്തിയാവണം, ആ മുക്തിയാവണം ഈ ഇത്തരം അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം എന്നാണ് ഭഗവാൻ വിവക്ഷിക്കുന്നത്. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേത പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സശബ്ദപാർത്ഥയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. ഹേ പാർത്ഥ, സദ്ഭാവേ സാധുഭാവേ ച സദ്ഭാവേ എന്ന് പറഞ്ഞാൽ സത്വഗുണഭാവത്തോടുകൂടി ആ പരമപുരുഷന്റെ സ്വഭാവം എന്ന നിലയ്ക്ക് പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ സ്വഭാവം എന്താണ്? സദ്ഗുണമാണ്. അപ്പൊ ആ അതേ ഗുണത്തോടു കൂടി അതിൻ്റെ ആ ഭഗവാനെ ആരാധിക്കുന്ന ആ വ്യക്തിയും സാധുഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയായ ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ സത്വഗുണം തന്നെ വേണം അല്ലേ? അത് തന്നെ. അപ്പം ആ സാധുഭാവമായിട്ടും സദ്ഭാവമായിട്ടും ഭക്തന്റെ സ്വഭാവവും ഭഗവാന്റെ സ്വഭാവവും സമമായിരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സത് എന്ന് ഏതത് പ്രയുജ്യതേ ഇത്തരത്തിലുള്ളത് ആ പ്രയോഗം സത് ഇതി പ്രയുജ്യത അങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു. തഥാ പ്രശസ്തേ കർമ്മണി അപ്രകാരം പ്രശസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രശംസനീയമായിട്ടുള്ളത്, ശ്ലാഘ്യമായിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ആ പ്രശസ്തമായ കർമ്മങ്ങൾ അഥവാ പ്രശംസനീയമായ വേദത്തിൽ നിർദ്ദേശിച്ച കർമ്മണി അത്തരം കർമ്മത്തിലും സ ശബ്ദം യുജ്യതേ അത്തരം ശബ്ദം സത് എന്ന ശബ്ദം യുജ്യമാകുന്നു അഥവാ പ്രയോഗിക്കപ്പെടുന്നു. യജ്ഞത്തിലും തപസ്സിലും യജ്ഞേ തപസി ദാനേച്ച അപ്പം യജ്ഞത്തിലും തപസ്സിലും ദാനത്തിലും സ്ഥിതി ഇത് തന്നെ ഇതുമാതിരി തന്നെ. സ്ഥിതി എന്ന് പറഞ്ഞാൽ അപ്രകാരത്തെ തന്നെ സത് ചൈതി സത് എന്ന് ഉച്ചതേ പറയപ്പെടുന്നു. അപ്പം ഈ യജ്ഞമായിക്കോട്ടെ തപസ്സായിക്കോട്ടെ ദാനമായിക്കോട്ടെ അതിൻ്റെ ആ നിഷ്ഠ ചെയ്യുന്ന അനുഷ്ഠാനം ചെയ്യണ ആ വ്യക്തി ഇപ്രകാരം തന്നെ പറയണം. എങ്ങനെ പറയണം? സത് എന്ന് പറയണം. ഓം സത് എന്ന് പറയണം എന്നാണ് പറയുന്നത്. പറയപ്പെടും. തദർത്ഥീയം കർമ്മ ഏവച അവയ്ക്ക് വേണ്ടിയുള്ള കർമ്മം തന്നെയും സത് ഇതിയേവ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എന്ന് തന്നെ അഭിധാനം ചെയ്യപ്പെടുന്നു അഥവാ പുകഴ്ത്തപ്പെടുന്നു. അപ്പം ഇത് സാക്ഷാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ തന്നെ ഒരു അക്ഷര രൂപത്തിലുള്ള പ്രാകട്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓം സാക്ഷാൽ ഭഗവാന്റെ തന്നെ ഒരു വാചിക രൂപമാണ്. അപ്പം അതിൻ്റെ കൂടെ സത് ഇതൊന്നും കൂടിയും കൂട്ടുമ്പോൾ ആ പരമപുരുഷനെ തന്നെ പ്രകീർത്തിക്കണ അല്ലെങ്കിൽ പുകഴ്ത്തുന്ന വാചകമായി തീർന്നു പോകണം. അപ്പം നിരപേക്ഷ തത്വമാണ് അഥവാ ബ്രഹ്മതത്വം. ബ്രഹ്മം നിർവിവാദമായിട്ടുള്ള തത്വം. അത് വേണമെങ്കിൽ നമുക്ക് അനശ്വര തത്വം എന്ത് വേണമെങ്കിൽ പറയാം.
അപ്പം അങ്ങനത്തെ നിരപേക്ഷ തത്വമായിട്ടുള്ള ആ ബ്രഹ്മതത്വമായിട്ടുള്ള ആ തത്വത്തിനെ ഭക്തിപൂർവം ചെയ്യുന്ന യജ്ഞത്തിൻ്റെ ലക്ഷ്യം എന്താവണം? ഈ ബ്രഹ്മമായിരിക്കണം. അപ്പം നിരപേക്ഷ തത്വമാവണം, അഥവാ ഈ ബ്രഹ്മമായിരിക്കണം എന്തിൻ്റെ ലക്ഷ്യം? യജ്ഞത്തിൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് സ്വർഗപ്രാപ്തി ആവരുത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സത് എന്ന വാക്ക് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. സത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത് വിഷ്ണുവിൻ്റെ തന്നെ ഒരു വാച്യ രൂപം എന്ന് നമുക്ക് പറയാം. അപ്പം ആ സത് എന്ന വാക്ക് ആ മോക്ഷത്തിനെ അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവനെയും സത് എന്ന് തന്നെ പറയണം. കാരണം ഭഗവത് പ്രാപ്തി നേടിയാൽ ആ വ്യക്തി പിന്നെ ആരായി? ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമായി, അനശ്വരനായി. കുന്തിപുത്രനായുള്ള അർജുന, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചിട്ടുള്ള മറ്റു പ്രവൃത്തികളെ പോലെ, നിരപേക്ഷ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനശ്വരമായിട്ടുള്ളതല്ലേ? അനശ്വരമായിട്ടുള്ള അത് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പം അതെല്ലാം അത്തരത്തിലുള്ള ആ നിരപേക്ഷ സ്വഭാവമായിട്ടുള്ള അല്ലെങ്കിൽ അനശ്വര സ്വഭാവമായിട്ടുള്ള അല്ലെങ്കിൽ നിർവിവാദ സ്വരൂപമായിട്ടുള്ള ആ അതും മറ്റ് പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപകർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിനു വേണ്ടി ചെയ്യപ്പെടുന്നതായിരിക്കണം. ദാനം ചെയ്യുന്നത് എന്തിനായിരിക്കണം? ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവർ പുകഴ്ത്തണം, വാവാന്ന് പറയണം അതിനായിട്ടല്ല. യജ്ഞമായിക്കോട്ടെ, തപസ്സായിക്കോട്ടെ, ദാനമായിക്കോട്ടെ, എന്തിനു വേണ്ടി ചെയ്യണം? ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ചെയ്യണം എന്നാണ് പറയണത്. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് ആസാദിത്യുച്യതേ പാർത്ഥ നജ തത്പ്രേത്യനോ ഇഹ. ഹേ പാർത്ഥ, അശ്രദ്ധയാഹുതം ദത്തം, അശ്രദ്ധയോട് കൂടിയിട്ട്, ഒരു ശ്രദ്ധയൊന്നുമില്ല, അവജ്ഞയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വിശ്വാസമില്ലാണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഹുതം ദത്തം, ഹുതം എന്നാൽ ഹോമിക്കപ്പെട്ടത്. യജ്ഞം ചെയ്യുമ്പോൾ വിശ്വാസമൊന്നുമില്ല, അങ്ങനെ സ്വാഹ 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 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഹോമിക്കും. അതിൽ വലിയ അർത്ഥമില്ല എന്നാണ് പറയണത്. അതുമാതിരി തന്നെ അവജ്ഞയോടുകൂടി കൊടുക്കണ ആ വ്യക്തിയോട് യാതൊരു ആദരവുമില്ല എന്നുള്ള കൊടുക്കണ മാതിരി ഒരു അവജ്ഞയോട് കൊടുക്കണത്, അതും അങ്ങനെ ചെയ്യണ ധ്യാനമായിക്കോട്ടെ. തപ്തം തപ്തം തപ, ആ ചെയ്യപ്പെട്ട തപസ്, ആ തപസ്സും യത്കൃതം ച, യാതൊന്ന് ചെയ്യപ്പെടുന്നുവോ എന്ത് തന്നെ കർമ്മമായിക്കോട്ടെ, ശ്രദ്ധയില്ലാണ്ട് അല്ലെങ്കിൽ ആ അപ്പുറത്തുള്ള വ്യക്തിയോട് ഒരു ആദരവില്ലാണ്ട്, ദാനം മേടിക്കുന്ന വ്യക്തിയോട് യാതൊരു ആദരവും ഇല്ല, അല്ലെങ്കിൽ ചെയ്യണ കർമ്മത്തിൽ വിശ്വാസമില്ല, ചെയ്യണ തപസ്സിൽ ആ സദ്ഭാവമില്ല, ഭഗവത് പ്രാപ്തിക്കുള്ള വിചാരമില്ലെങ്കിൽ അങ്ങനെ ചെയ്യണ ഏത് കർമ്മമായിക്കോട്ടെ, ഏതൊരു കർമ്മമാണെങ്കിലും അസത് ഇതി ഉച്ചതേ, അത് അസത്താണെന്നാണ് പറയുന്നത്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നശ്വരം, നശിക്കുന്നതാണ്, അതിന് നിലനിൽപ്പില്ല, വളരെ തരം താഴ്ന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉച്ചതേ പറയപ്പെടുന്നു. തദ്ഹന പ്രേത്യചന, അത് ഇഹ ഇവിടെ ഇത് തദ് ഇവയെല്ലാം ഇഹ ഇവിടെ ഉപയോഗത്തിനാണോ? നല്ല ഈ ഇഹലോകത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവില്ല. പ്രേത്യചന, പരലോകത്തും അത് ഉപയോഗശൂന്യമാണ്, അത് ഒരു ഗുണമില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ അവജ്ഞയോടുകൂടെ വിശ്വാസമില്ലാണ്ട് കാരണം ഒരു ഫലവും കിട്ടില്ല അല്ലേ? ഇപ്പം നമ്മൾ യജ്ഞം ചെയ്യാം, രാജാവ് യജ്ഞം ചെയ്യാമെന്ന് വെച്ചോളൂ, അതിൽ വിശ്വാസമൊന്നും ഇല്ലാണ്ട് സ്വാഹ 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 അവിടെയും ഇവിടെയും ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുത്തു, അതിന് എന്താണ് ആഗ്രഹിച്ച ആ ഫലം കിട്ടില്ല. എന്നാൽ ഇതുകൊണ്ട് പരലോകത്തേക്ക് വല്ല ഗുണമുണ്ടോ? പരലോകത്തും ഗുണം ഉണ്ടാവില്ല. അതുമാതിരി ദാനം കൊടുത്തു, ഒരു അവജ്ഞയോട് കൂടെ കൊടുത്തു, ആ വ്യക്തിയുടെ ഉള്ളിൽ എത്ര വിഷമാവും അല്ലേ? ഇങ്ങനെ അവജ്ഞയോട് കൂടെ വലിച്ചെറിയാൻ കൊടുക്കണ മാതിരിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രാഹ്മണന് ദാനം കൊടുക്കുമ്പോൾ മനസ്സിലിങ്ങനെ ദ്വേഷമാവും, എത്ര കാശ് അവന് കൊടുക്കേണ്ടി വരുന്നത്, അതൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ആ വൈബ്രേഷൻ അങ്ങോട്ട് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാവും അല്ലേ? ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ഇവർ സന്തോഷത്തോടു കൂടെയാണോ തരണത്, അല്ലോ വളരെ ക്ലേശത്തോടു കൂടിയാണ് തരണം. അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല, അതുകൊണ്ട് കൊടുക്കുന്ന ആൾക്ക് വലിയൊരു ഗുണം ഉണ്ടാവില്ല. എന്നാൽ പരലോകത്ത് ഗുണം കിട്ടുമോ? അതുമില്ല. പരലോകത്ത് പോയാലും അതുകൊണ്ട് അവിടുത്തെ ആ രജിസ്റ്ററിൽ അത് എൻട്രി ആയിട്ടുമില്ല. അപ്പം പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത്ത് അഥവാ നശ്വരം എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പം ഈ 17-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു
സമ്മറി ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ നമുക്ക് മനസ്സിലാക്കാം. 17ാമത്തെ ഈ അധ്യായം 3 തരം ഗുണങ്ങളിൽ അടിസ്ഥാനമായ ശ്രദ്ധ അഥവാ ഭക്തിയെയാണ് പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ദൈവികമായതും ആസുരികമായതുമായ ഗുണങ്ങളെപ്പറ്റി കേട്ടപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, വേദത്തിലും ശാസ്ത്രത്തിലും വിധിച്ച പോലെ അല്ലാതെ തന്നിഷ്ടപ്രകാരം ആരാധന ചെയ്യുന്നവരിൽ ഏതു ഗുണമാണ്? 3 ഗുണങ്ങളിൽ ഏതു ഗുണമാണ് അവരിലെന്നാണ് ചോദിക്കുന്നത്. അവർ ഏതു സ്ഥിതിയിലെത്തും? അതിനുത്തരമായി ഭഗവാൻ പറയാണ്, ഹേ പാർത്ഥ, ശരീരങ്ങളിൽ പ്രവേശിച്ച ജീവാത്മാവ് പൂർവജന്മങ്ങളിൽ നേടിയ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് സത്വഗുണവിശ്വാസിയോ രജോ ഗുണിയോ തമോ ഗുണിയോ ആയി തീരുന്നു. പൂർവജന്മങ്ങളിൽ സത്വഗുണിയായിരുന്നെങ്കിൽ അവർ സത്വഗുണിയാവും, പൂർവജന്മങ്ങളിൽ രജോ ഗുണിയാണെങ്കിൽ അവർ രജോ ഗുണിയാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പൂർവജന്മങ്ങളിൽ സാത്വിക ആരാധന ചെയ്തു വന്നവർ ഈ ജന്മത്തിലും ദേവന്മാരെ, പ്രത്യേകിച്ച് വിഷ്ണുവിനെ പൂജിക്കുന്നു. രജോ ഗുണികൾ യക്ഷന്മാരെയും രാക്ഷസന്മാരെയും, തമോ ഗുണികൾ ഭൂതപ്രേതാദി ശക്തികളെയും ആരാധിക്കുന്നു. അപ്പം ഷാഢ്യ സ്വഭാവത്തോടെ വാശി പിടിച്ചിട്ട്, ഈ ഫലപ്രാപ്തിക്ക് വേണ്ടി വാശി പിടിച്ചിട്ടൊക്കെ തങ്ങളുടെ ഇച്ഛാപൂർത്തിക്ക് വേണ്ടി ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ആരാധന ചെയ്യുന്നവർ വെറും വിഡ്ഢികളാണ്. ഭക്ഷണക്രമത്തിലും ഈ ഗുണങ്ങളെ ദർശിക്കാൻ സാധിക്കും. യജ്ഞം, ദാനം, തപസ് തുടങ്ങിയ കാര്യങ്ങളും അപ്രകാരം തന്നെ. സത്വഗുണി ആരോഗ്യവർദ്ധനയ്ക്ക് ഉതകുന്നതും മനഃശുദ്ധി നൽകുന്നതുമായ ഹൃദ്യമായ രസമുള്ളതും നെയ്യ് തുടങ്ങിയ ആ സ്നിഗ്ധ പദാർത്ഥങ്ങൾ അടങ്ങിയതും ആസ്വാദ്യവും പ്രീതി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നു. കടുപ്പമേറിയതും തീഷ്ണമായതുമായ രസങ്ങൾ അടങ്ങിയതും രൂക്ഷഗന്ധമുള്ളതും ഉഷ്ണദായകവുമായ ഭക്ഷണങ്ങൾ രജോ ഗുണികൾക്ക് പ്രിയമാണ്. പക്ഷേ തമോ ഗുണികളായവർ ശുദ്ധിയോ അശുദ്ധിയോ നോക്കാതെ വളിച്ചതും ദുർഗന്ധപൂർണമായതും ഉച്ഛിഷ്ടമായതും ഉപയോഗശൂന്യമായതുമായ ഭക്ഷണ പദാർത്ഥങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇപ്രകാരം തന്നെയാണ് യജ്ഞങ്ങളുടെ കാര്യവും. വേദവിധിപ്രകാരം ശ്രദ്ധയോടെയും കർത്തവ്യബോധത്തോടെയും ഫലത്തിന് ഇച്ഛ കൂടാതെയും ചെയ്യുന്ന യജ്ഞം സാത്വികമാണ്. എന്നാൽ ഭൗതികമായ ഏതെങ്കിലും പ്രയോജനത്തിനു വേണ്ടിയോ തൻ്റെ പ്രഭാവം മറ്റുള്ളവരെ കാട്ടാനോ അന്യരെ താഴ്ത്തിക്കാട്ടാനോ അല്ലെങ്കിൽ അന്യരെ ദ്രോഹിക്കാനോ ചെയ്യുന്ന യജ്ഞം രാജസവും യാതൊരു ശ്രദ്ധയും വിശ്വാസവും ഇല്ലാതെ വേദത്തിൽ നിർദ്ദേശിച്ച വിധി അനുസരിക്കാതെ യജ്ഞം നടത്തി തന്ന ബ്രാഹ്മണന് ദക്ഷിണയും മിഷ്ടാന്നവും നൽകാതെ അന്നദാനം നടത്താതെ ഒക്കെ ചെയ്യുന്ന യജ്ഞം നിഷ്ഫലവും തമോ ഗുണിയുമാണ്. പിന്നീട് ഭഗവാൻ തപസ്സിനെ പറ്റി വിവരിക്കുകയാണ്. ഭഗവാൻ, ബ്രാഹ്മണർ, ആധ്യാത്മിക ഗുരു, മാതാപിതാക്കൾ, ഉയർന്ന പദവിയിലുള്ളവർ ഇവരെ ആദരിക്കുക. ദേഹശുദ്ധി, ജീവിതചര്യയിൽ ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവ ശീലിക്കുകയും ഇത് എന്താണ്? ശാരീരികമായ തപസ്സാണ്. സത്യസംഭാഷണം, കേൾക്കുന്നവർക്ക് മനഃശാന്തി നൽകുന്നതും അവർക്ക് ഉപയോഗമുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രയോജനകരവുമായിട്ടുള്ള പിന്നെ ഹിതകരവുമായിട്ടുള്ള സംസാരം, ഇത് അതൊരു വാചിക തപസ്സാണ്. പിന്നെ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുക, ഇതെല്ലാം വാങ്മയമായ തപസ്സാണ്. സദാ സംതൃപ്തിയും സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി ഇവ മനസ്സിൻ്റെ തപസ്സായി കാണണം. ശാരീരിക, വാചിക, മാനസിക തപസ്സിനെ സ്വാർത്ഥ താല്പര്യം കൂടാതെ പരമാത്മാവിൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ആ തപസ് സാത്വികമാണ്. അന്യരിൽ നിന്ന് ആദരവും ആരാധനയും നേടാനോ അഹങ്കാരപൂർവ്വം ചെയ്യുന്നതോ ആയിട്ടുള്ള തപസ് രാജസവും, സ്വയത്തെയോ അന്യരെയോ പീഡിപ്പിച്ച് ചെയ്യുന്നത് തമോ ഗുണി തപസ്സും ആണ്. അപ്രകാരം ദാനവും ഉചിതമായ സ്ഥല കാല പാത്രത്തെ നോക്കി ചെയ്യുന്നത് സാത്വികവും, പ്രതിഫല ഉദ്ദേശം വെച്ചോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ മനസ്സോടെയോ ചെയ്യുന്ന ദാനം രാജസവും, ഉചിതമല്ലാത്ത സ്ഥലകാല പാത്രതയും അവജ്ഞയോടെയും ദാനം വാങ്ങുന്ന വ്യക്തിയോട് യാതൊരു ആദരവുമില്ലാതെയും ചെയ്യുന്ന ദാനം താമസവുമാണ്. യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കുന്ന സാധകന്മാർ പരമാത്മാവിനെ സൂചിപ്പിക്കുന്ന
ഓം എല്ലാവിധ യജ്ഞദാന തപസ്സിൻ്റെയും ആരംഭത്തിൽ ഉച്ചരിക്കണം. മോക്ഷം ഇച്ഛിക്കുന്നവർ ദാനം, തപസ്, യജ്ഞം തുടങ്ങിയ കർമ്മങ്ങൾ പരമാത്മാവിൽ പൂർണ്ണ വിശ്വാസത്തോടെയും സമർപ്പണ ഭാവത്തോടെയും ഓം തസ്സത് എന്ന് ഉച്ചരിച്ച് ഭഗവാനിൽ സമർപ്പിക്കാത്ത പക്ഷം ചെയ്തതെല്ലാം നിഷ്ഫലമായി പോകും. അഥവാ അവർക്ക് പൂർണ്ണ ലക്ഷ്യം കിട്ടില്ല. അവരുടെ ലക്ഷ്യം എന്താവണം? മുക്തിയാവണം. ആ മുക്തി അവർക്ക് കിട്ടില്ല എന്നാണ് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ.